എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യം. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ കിഴക്ക് നിന്നും വിദ്വാൻമാർ യേശുവിനെ കാണേണ്ടതിന് പോയി. പോകുന്ന വഴിയിൽ അവർ എത്തിയത് ഹെരോദാവിന്റെ കൊട്ടാരത്തിലാണ്. കൊട്ടാരത്തിലെത്തിയപ്പോൾ ഹെരോദാവ് വിവരം അറിയുകയും ഉടനെ തന്നെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വരുത്തി ക്രിസ്തു എവിടെയാണ് ജനിക്കേണ്ടതെന്ന് അവരോട് ചോദിച്ചു. അവർ പ്രവാചക പുസ്തകങ്ങളിൽ നിന്ന് ഒരു വാക്യം ഹെരോദാവിനെ വായിച്ചു കേൾപ്പിച്ചു. യഹൂദ്യ ദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. ഈ കാര്യം ഹെരോദാവിനോട് പറയുമ്പോൾ ഹെരോദാവ് വിദ്വാൻമാരോട് പറഞ്ഞു, നിങ്ങൾ പോയി കുഞ്ഞിനെ നമസ്കരിച്ച ശേഷം ഇതുവഴി വരണം, ഞാനും പോയി അവനെ നമസ്കരിക്കാം. എന്നാൽ വിദ്വാൻമാർ അവിടെ ചെന്ന് കുഞ്ഞിനെ കണ്ടു. അമ്മയായ മറിയോടുകൂടെ കുഞ്ഞിനെ നമസ്കരിക്കുന്നു. അതിനുശേഷം പൊന്നും കുന്തിരിക്കവും മോരും കാഴ്ചവെക്കുന്നു. അവർ വേറൊരു വഴിയായി കടന്നു പോകുന്നു. ഇതെല്ലാം അറിഞ്ഞ ഹെരോദാവ് ഒരു കൽപ്പന, ഒരാജ്ഞ പുറപ്പെടുവിക്കുകയാണ്. ആ ആജ്ഞ പുറപ്പെടുവിച്ചത് 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബെത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. എന്തിനു വേണ്ടിയായി 2 വയസ്സും താഴെയുള്ള ആൺകുട്ടികളെയും കൊന്നത്? കാരണം അവിടെ വായിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ടു, വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം എന്നാണ്. അപ്പോൾ യേശു ജനിച്ചു. വിദ്വാൻമാർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം 2 വർഷത്തോളമായി എന്നാണ് വേദപണ്ഡിതാക്കൾ പറയുന്നത്. അതുകൊണ്ടാണ് 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ കൊല്ലാൻ കൽപ്പന പുറപ്പെടുന്നത്. അത്രയും ദീർഘമായ നാളുകൾ യാത്ര ചെയ്താണ് യേശുവിനെ കാണുവാൻ വിദ്വാൻമാരോട് എത്തുന്നത്. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ ഈ യേശുവിനെ അല്ലെങ്കിൽ കുഞ്ഞിനെ 2 വയസ്സും അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ ഹെരോദാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി പറഞ്ഞു, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി മിസ്രൈമിലേക്ക് ഓടിപ്പോകണം, ഞാൻ നിന്നോട് പറയുന്നവരെ അവിടെ പാർക്കണം. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ തള്ളയുമായിട്ട് മിസ്രൈമിൽ പോയി ജോസഫ് എങ്ങനെ പാർക്കണം? ഒളിവിൽ പോവുക, ജോലി ചെയ്യാനൊക്കെ ഒക്കുകയില്ല. എങ്ങനെ പാർക്കും? എന്നാൽ മിസ്രൈമിൽ ചെന്ന് അവർക്ക് അവിടെ പാർക്കാൻ ആവശ്യമായതൊക്കെയും വിദ്വാൻമാർ കൊണ്ടുവന്ന് പൊന്നും മോരും കുന്തിരിക്കവും കൊണ്ട് കാഴ്ചവെച്ചു. അതുകൊണ്ട് മിസ്രൈമിൽ ചെന്ന് അവർക്ക് സുഭിക്ഷമായി പാർക്കുവാൻ ഇടയായി. നാം ഇവിടെ പഠിക്കുന്ന ഒരു പ്രത്യേക കാര്യം, അല്ലെങ്കിൽ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ നിയോഗത്താലാണ് കടന്നു പോകുന്നതെങ്കിൽ, ദൈവം അയച്ചിട്ടാണ് പോകുന്നതെങ്കിൽ, പോകുന്നിടത്ത് വേദനിക്കുവാൻ, നിരാശപ്പെടുവാൻ സ്വർഗം സമ്മതിക്കുകയില്ല. അവിടെ പോകുന്നതിന് മുൻപേ അവിടെ കരുതുവാൻ ദൈവത്തിന് കഴിയും. ജോസഫിനെയും മറിയയും മിസ്രൈമിലേക്ക് അയക്കുന്നതിന് മുൻപേ ദീർഘനാളുകൾ യാത്ര ചെയ്ത്
വിദ്വാൻമാർ അവർക്ക് വേണ്ടത് ഇവിടെ കൊണ്ട് കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഇഷ്ടം തോന്നി. നമ്മെ പറഞ്ഞയക്കുന്ന ദൈവം, നമ്മെ എവിടെ അയച്ചാൽ അയക്കുന്ന ദൈവം, അവിടേക്ക് വേണ്ടതെല്ലാം കരുതുവാൻ വിശ്വസ്തനാണെന്ന് ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുകയും ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ നാമത്താൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നീ കരുതുന്ന ദൈവമാകിയാൽ അങ്ങേക്ക് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.